അസിഡിറ്റിക്കും ഗ്യാസ് ട്രബിളിനും നല്ലൊരു ഒറ്റമൂലിയുടെ റെസിപ്പി പറയട്ടെ. നമ്മുടെ മുതുമുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. എങ്കിലും ഇതറിയാത്തവരായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ ഉൾപ്പെടെ ഒത്തിരി ആളുകൾ ഈ അസിഡിറ്റി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ്. എന്നാൽ ഈ ഒരു ഒറ്റമൂലി ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമുക്കിതിന് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഒന്ന് വലിയ ജീരകം, പിന്നെ വെല്ലമാണ്. അപ്പൊ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ജീരകം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ജീരകത്തിന്റെ കളറൊക്കെ മാറി ജീരകം നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കണം. ഇതിപ്പോ ഒരു 2-2.5 സ്പൂണൊക്കെ വെള്ളം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പോലെ തന്നെ വെല്ലവും അസിഡിറ്റി മാറാൻ വളരെ നല്ലതാണ്. ഇനി വെല്ലം കഴിക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജീരകം മാത്രം എടുത്താൽ മതി. കുറച്ച് എഫക്റ്റ് കുറയുന്നേ ഉള്ളൂ. എന്നാലും റിസൾട്ട് നല്ല തന്നെയായിരിക്കും. പിന്നെ ജീരകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ജീരകം വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ജീരക വെള്ളം കുടിക്കുമ്പോൾ അസിഡിറ്റി ഒക്കെ പെട്ടെന്ന് മാറുന്നുണ്ടല്ലോ, ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ദിവസം അങ്ങ് കുടിച്ചു കളയാന്ന് വിചാരിക്കരുത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതിലേക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ ഒക്കെ ജീരകം എടുക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരുപാട് ജീരകം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ജീരകമാണെങ്കിലും ജീരകത്തിന് ഒരുപാടാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കുടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നും അങ്ങ് കുടിച്ചു കളയാന്ന് ആരും വിചാരിക്കല്ലേ. ഇനിയിപ്പോ നമുക്ക് ജീരകം റോസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല, പെട്ടെന്ന് തന്നെ ഈ ഒറ്റമൂലി ഉണ്ടാക്കണം എന്നാണെങ്കിൽ ജീരകം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത് കുടിച്ചാൽ മതിയാവും. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ പകുതിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒറ്റമൂലി കുടിക്കുമ്പോൾ അത്യാവശ്യം ചൂടോട് കൂടെ തന്നെ വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റാത്ത ചൂടിൽ കുടിക്കണം എന്നല്ലേ പറയുന്നത്. നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കൂലേ, ആ ഒരു ചൂടിൽ വേണം നമ്മൾ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജീരകം കൊണ്ട് ഉണ്ടാക്കിയതാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ലാന്നൊന്നും ആരും വിചാരിക്കില്ലേ. ജീരകവും വെല്ലവും ഇട്ടുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കുടിച്ചാല് കുടിക്കേണ്ടാന്നൊന്നും തോന്നില്ല, പിന്നും പിന്നും കുടിക്കാനേ തോന്നും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഉറക്കക്കുറവ് കൊണ്ട് അസിഡിറ്റി ഉണ്ടാവാം. പിന്നെ നമ്മൾ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ അതെന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ അധികം പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ടും അസിഡിറ്റി ഉണ്ടാവാം. പിന്നെ ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ്. സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞു തരണേ.